എന്നത്തതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ഡീസോൾഡറിങ് പമ്പ് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ഇലക്ട്രിക് ഡീസോൾഡറിങ് പമ്പ് പരിചയപ്പെടുത്തുകയല്ല, അത് ഒന്ന് ഉപയോഗിക്കുന്ന ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. ഇതുവരെ ഞാൻ സാധാരണ ഡീസോൾഡറിങ് പമ്പാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇലക്ട്രിക് ഡീസോൾഡറിങ് പമ്പ് ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ച് എൻ്റെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. സാധാരണ നമ്മൾ ടെക്നീഷ്യന്മാരെല്ലാം സാധാ ഡീസോൾഡറിങ് പമ്പ് ആണ് ഉപയോഗിക്കുന്നത്. ഡീസോൾഡറിങ് പമ്പും സോൾഡറിങ്ങാണ് ഉപയോഗിച്ചാണ് ഡീസോൾഡർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കൈ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. ഒരു കയ്യിൽ സോൾഡറിങ് ആണ്, ഒരു കയ്യിൽ ഡീസോൾഡറിങ് പമ്പ് ഉപയോഗിച്ചാണ് നമ്മൾ സാധാരണ ഡീസോൾഡർ ചെയ്യുന്നത്. അതേസമയം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ് PCB ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോണൻസ് റിമൂവ് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഡീസോൾഡറിങ് പമ്പ് ഉപയോഗിക്കുന്ന സമയത്ത്. അതേസമയം ഇലക്ട്രിക് ഡീസോൾഡറിങ് പമ്പ് ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് ഒരു കൈ കൊണ്ട് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഹീറ്റ് പോയിന്റിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ 2 സൈഡ് PCB ഒക്കെ ആണെങ്കിൽ തന്നെ കമ്പോണൻസ് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡീസോൾഡറിങ് പമ്പ് ആദ്യമായിട്ട് വാങ്ങിച്ചതാണ്. 40 വാട്ടിൻ്റെ ഹോക്കി എന്ന ബ്രാൻഡിൻ്റെ ഒരു ഡീസോൾഡറിങ് പമ്പാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ആദ്യമായിട്ട് ഞാൻ ഇപ്പം അൺബോക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ എനിക്ക് ഈ ഒരു പമ്പ് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു നീഡിൽ വരുന്നതാണ്. ഇത് നമ്മുടെ ആ നോസിൽ ക്ലീൻ ചെയ്യുന്നതിന്. അത് ഈ പാക്കിങ്ങിൽ മിക്സിങ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളിത് വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കത് റിവ്യൂ എല്ലാം അഴിച്ച് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 2 സൈഡ് PCBയിൽ നിന്ന് നമുക്ക് കമ്പോണൻസ് ഇളക്കാൻ പറ്റുന്നുണ്ടോ, PCBക്ക് വല്ല ഡാമേജും പറ്റുന്നുണ്ടോ, പെട്ടെന്ന് ഡീസോൾഡർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു ഹോക്കി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. 40 വാട്ട്സ് പവർ വരുന്നത്. 40 വാട്ട്സാണ് പവർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. പ്ലാസ്റ്റിക്കൊക്കെ നല്ല ക്വാളിറ്റിയാണ്. നമ്മുടെ കോഡ് വയർ ഇച്ചിരി ഗേജ് കുറഞ്ഞതാണെന്ന് ഒഴിച്ചാൽ ബാക്കി കമ്പോണൻസ് എല്ലാം ഓക്കെയാണ്. കോഡ് വയറിൻ്റെ പിന്നൊക്കെ ഇച്ചിരി കനക്കുറവുണ്ട്. ബാക്കി ഹീറ്റിംഗ് എലമെൻ്റ് ആയാലും ഹാൻഡിലായാലും ബാക്കി എല്ലാ കമ്പോണൻസും നമുക്ക് ഹെവി ആയിട്ടുള്ളതാണ്. നല്ല പ്ലാസ്റ്റിക്കാണ്. അപ്പം ഇത് നമ്മൾ കോഡിൽ കുത്തി ഹീറ്റാക്കുകയാണ്. സപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹീറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഡീസോൾഡർ ചെയ്യേണ്ട ബോർഡ് കാണിക്കാം. ഞാൻ ഒരു SMPS ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 സൈഡ് PCB ആണ്. 2 സൈഡ് പ്രിൻറ്റിങ് വരുന്ന PCB ആണ്. ഇതിനകത്ത് നിന്ന് നമുക്ക് 2-3 കമ്പോണൻസ് ഒന്ന് അഴിച്ചു നോക്കാം. ആദ്യം PCB ഇതാണ്. ഇതിനകത്ത് ആദ്യം നമുക്ക് ആ ബൾജായി പൊട്ടിയിരിക്കുന്ന കപ്പാസിറ്റർ നമുക്ക് ആദ്യം റിമൂവ് ചെയ്ത് നോക്കാം. 2 സൈഡ് പ്രിൻറ്റിങ്ങുള്ള PCB ആണ്. 2 സൈഡിലും പ്രിൻ്റ് വരുന്ന PCB ആണ്. ആ കപ്പാസിറ്റർ നമുക്ക് ആദ്യം ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം കപ്പാസിറ്ററിൻ്റെ 2 പോയിൻറ്റിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഫ്ലെക്സ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഡീസോൾഡറിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ഫ്ലെക്സ് കപ്പാസിറ്ററിൻ്റെ 2 പോയിൻറ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡീസോൾഡറിങ് പമ്പ് ഹീറ്റ് ആയതിനു ശേഷം നമുക്ക് ഡീസോൾഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്താ ഫ്ലെക്സ് അപ്ലൈ ചെയ്യാണ്. ഫ്ലെക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സോൾഡറിങ് പമ്പ് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഹീറ്റ് ആയത് കൊണ്ടാണെന്ന് തോന്നുന്നു പമ്പിൽ നിന്ന് പുകയൊക്കെ വരുന്നുണ്ട്. അപ്പം ജസ്റ്റ് ലെഡ് ഒന്ന് ചൂടാക്കി വെക്കുക, ആവശ്യത്തിനുള്ള ഹീറ്റായിട്ടുണ്ടെന്ന് അറിയാൻ. ലെഡ് ഉരുകുന്നുണ്ട്. അപ്പം ഹീറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ബോർഡിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ബോർഡിലേക്ക് നമുക്ക് ഡീസോൾഡറിങ് പമ്പ് ലോഡ് ചെയ്തിട്ട് ഡീസോൾഡർ ചെക്ക് ചെയ്ത് നോക്കാം. പമ്പിൻ്റെ പിസ്റ്റൺ പ്രസ് ചെയ്യുകയാണ്. പോയിന്റിൽ വെച്ച് നല്ല രീതിയിൽ ഹീറ്റ് ആയതിനു ശേഷം നമ്മുടെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ പമ്പ് സക്ക് ചെയ്തെടുക്കും ലെഡ്. അപ്പം ആദ്യത്തെ പോയിൻ്റാണ്. നല്ല രീതിയിൽ ഡീസോൾഡർ ആയിട്ടുണ്ട്. ഉള്ളിലോട്ടുള്ള ലെഡും വലിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത പോയിൻ്റ് കൂടെ ചെയ്യാം.
ലെഡ് നല്ലോണം ഉരുകിയതിന് ശേഷം പമ്പ് ചെയ്യുക. കപ്പാസിറ്റർ ആടുന്നുണ്ട്, നല്ല രീതിയിൽ ഡീസോൾഡർ ആയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് നമുക്ക് പമ്പ് വെച്ച് ഒന്നുകൂടെ ഒന്ന് ലെഡ് സക്ക് ചെയ്തെടുക്കാം. രണ്ട് പോയിൻ്റിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് സക്ക് ചെയ്തെടുക്കാം. ലെഡ് സക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഡീസോൾഡർ ആയി നമ്മുടെ കമ്പോണൻ്റെ രണ്ട് ലെഗും രണ്ട് പിന്നുകളും പോയിന്റിലിരുന്ന് ലൂസായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ആട്ടിയപ്പോൾ തന്നെ കപ്പാസിറ്റർ സിമ്പിളായിട്ട് ഇളകി വന്നു. അതേപോലെ തന്നെ നമ്മുടെ പ്രിൻറ്റിന് രണ്ട് സൈഡിലെ പ്രിൻറ്റിന് ഒരു ഡാമേജും പറ്റിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ ഡീസോൾഡർ ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് അധികം സമയം എടുത്തില്ല. ഇനി നമുക്ക് അടുത്ത ആ ട്രാൻസിസ്റ്റർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാനിത് 2 സൈഡ് PCB തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് 2 സൈഡ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡീസോൾഡറിങ് പമ്പ് വാങ്ങിക്കുന്നത്. ഡീസോൾഡറിങ് പമ്പുണ്ട്, ഇലക്ട്രിക് ഡീസോൾഡറിങ് പമ്പ് കുറച്ച് നാളായിട്ട് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ ഡീസോൾഡർ ചെയ്തു. ഇനി അടുത്ത 2 കൂടെ ഡീസോൾഡർ ചെയ്തിട്ട് നമുക്ക് ട്രാൻസിസ്റ്റർ റിമൂവ് ചെയ്യാം. ഇവിടെ നല്ല രീതിയിൽ ലെഡ് വലിച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ പോയിൻ്റിൽ നിന്ന് ലെഡ് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഒറ്റ കാലിൻ്റെ പിടുത്തമുള്ളൂ, ബാക്കി 2 കാലും ഫ്രീ ആയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതുപോലല്ല, നല്ലൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട്. 2 സൈഡ് PCBയിലൊക്കെ നമുക്ക് നൈസായിട്ട് തന്നെ കമ്പോണൻസ് പ്രിൻ്റ് ഡാമേജ് ആവാതെ അഴിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് ഒരു നല്ല ഉപകാരപ്രദമായൊരു പ്രോഡക്റ്റാണെന്ന് കരുതുന്നു. ട്രാൻസിസ്റ്റർ സിമ്പിളായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. 2 സൈഡും പ്രിൻറ്റിനൊന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ എനിക്ക് ഈ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇലക്ട്രിക് ഡീസോൾഡറിങ് പമ്പ് നല്ല യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇത് നമുക്ക് എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ നോസിൽ നമുക്ക് ഇതേപോലെ ഏതെങ്കിലും നൈസായിട്ടുള്ള തുമ്പുള്ള പിന്നോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് കുത്തി അത് ക്ലീൻ ചെയ്യാം. ഹീറ്റാക്കിക്കൊണ്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പം വല്ല ലെഡ് അങ്ങനെ അടഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ട് റിമൂവ് ചെയ്യാം. ഇതേപോലെ തുമ്പ് നമുക്ക് ഊരിയെടുത്തിട്ട് 2-3 പ്രാവശ്യം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ളത് ലെഡൊക്കെ പുറത്ത് വരും. അങ്ങനെ നമുക്കിത് ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഡീസോൾഡറിങ് പമ്പ്. അപ്പോൾ അതിൻ്റെ നോസിൽ നമുക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ വേറെ വാങ്ങിക്കാൻ കിട്ടുമെന്നാണ്. നോസിൽ തേഞ്ഞൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പുതിയ നോസിൽ വാങ്ങി നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡീസോൾഡറിങ് പമ്പ് ഒന്ന് പരിചയപ്പെടുത്താനും ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട.